കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെലികോം രംഗത്ത് വലിയൊരു വിപ്ലവമായി വന്നിട്ടുള്ളതാണ് നമ്മുടെ ജിയോയുടെ പ്രൈം മെമ്പർഷിപ്പും ഓഫേഴ്സും ഒക്കെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. ജൂലൈ 15 വരെയാണ് ഈ ഓഫേഴ്സ് എല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആക്കി മാറ്റിയിട്ടുള്ളത്. ജൂലൈ 15 ശേഷം എങ്ങനെയാണ് നമുക്ക് ഈ ഓഫേഴ്സ് ഒക്കെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ജിയോന്റെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ജൂലൈ 15 ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ജൂലൈ 15 ശേഷം ജിയോ സിം യൂസ് ചെയ്യുന്നവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ളത്. ജൂലൈ 15 വരെ മാത്രമാണ് ജിയോയുടെ എല്ലാ ഓഫേഴ്സും ഉള്ളത്. അതിനുശേഷം റീചാർജ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. എന്നാലും ബാക്കി കമ്പനീസിനെ വെച്ച് ഈ കോമ്പറ്റീഷൻ ഒക്കെ നോക്കുമ്പോൾ ജിയോക്ക് ഇത്രയും കാലം ഫ്രീ ആയിട്ട് യൂസ് ചെയ്തപ്പം കസ്റ്റമേഴ്സ് കൂടുതലായിരുന്നു അല്ലേ? അത് നഷ്ടപ്പെടാതെ എങ്ങനെ മാക്സിമം കുറഞ്ഞ റേറ്റിൽ നല്ല ഓഫേഴ്സ് കസ്റ്റമേഴ്സിൽ എത്തിക്കാം എന്നുള്ളതിലായിരിക്കും കമ്പനി ശ്രദ്ധിക്കാൻ തോന്നുന്നു. എനിവേസ് ഈ വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം. മൊബൈൽ രംഗത്ത് വിപ്ലവമായി വന്ന ജിയോയുടെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള എല്ലാ ഓഫറുകളും ജൂലൈ 15 അവസാനിക്കുകയാണ്. സൗജന്യ ഓഫർ ഇല്ലാതെ കസ്റ്റമേഴ്സിനെ എങ്ങനെ പിടിച്ചു നിർത്താനാകും എന്നതാണ് ജിയോയുടെ ഇപ്പോഴുള്ള വെല്ലുവിളി. ഓഫർ കഴിഞ്ഞാലും മികച്ച സേവനങ്ങൾ കസ്റ്റമേഴ്സിന് കുറഞ്ഞ നിരക്കിൽ കൊടുക്കാനാണ് ജിയോ പദ്ധതി ഇടുന്നത്. പ്രൈം മെമ്പർഷിപ്പും കുറഞ്ഞ നിരക്കുകളും നേടാനുള്ള അവസാന തീയതി ജൂലൈ 15 വരെയാണ് ജിയോ ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. ജൂലൈ 15 വരെ ഫ്രീ ആയിട്ട് നമുക്ക് ജിയോ യൂസ് ചെയ്യാം എന്നുണ്ടെങ്കിലും പലരുടെ ഫോണുകളും ഇപ്പോൾ തന്നെ കട്ടായിട്ടുണ്ട്. പലർക്കും നെറ്റ് കണക്ഷനും കോളിംഗും എല്ലാം ഇപ്പോൾ തന്നെ പറ്റാത്ത ഒരവസ്ഥയിലായിട്ടുണ്ട്. ഫ്രീ ഓഫേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ജൂലൈ 15 ശേഷം എന്താണ് ജിയോയിൽ നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്? എങ്ങനെയാണ് റീചാർജ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സേവനങ്ങളും ജൂലൈ 15 ശേഷം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാകും, 99+309 റീചാർജ് വീണ്ടും ചെയ്താൽ ഇതേ മൊബൈൽ നമ്പറിൽ ഒരു 3 മാസത്തേക്ക് കൂടെ കിട്ടുമോ എന്നുള്ളത്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി 309+99 രൂപയ്ക്ക് റീചാർജ് ചെയ്തവരാണ് എങ്കിൽ പിന്നെയും 309 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു റീചാർജിങ് പ്ലാൻ സിം എടുത്തതിന് ശേഷം ഒരൊറ്റ തവണയെ ചെയ്യാൻ സാധിക്കും. എങ്കിൽ മാത്രമേ 3 മാസത്തേക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ വീണ്ടും ഈ ഒരു രീതിയിൽ 309 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ 3 മാസത്തേക്ക് ഈ ഓഫേഴ്സ് കിട്ടില്ല. പകരം 28 ദിവസത്തേക്ക് മാത്രമേ ഈ ഓഫേഴ്സ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജിയോ സിം എടുക്കേണ്ടി വരും. അതിനുശേഷം ഈ 309+99 റീചാർജ് ആ പുതിയ ജിയോ സിം നമ്പറിലേക്ക് ചെയ്യാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസത്തേക്ക് കൂടി ഈ സേവനങ്ങൾ സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഓഫേഴ്സ് അവസാനിക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ റീചാർജ് ചെയ്യേണ്ട അവസാന ദിവസം എന്നാണ് എന്ന് അറിയണം. കാരണം പലരും പല ദിവസങ്ങളിലായിട്ടാണ് ജിയോയുടെ സിം എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് നിങ്ങളുടെ ഓഫേഴ്സ് അവസാനിക്കുന്ന തീയതിയും റീചാർജ് ചെയ്യേണ്ട അവസാന തീയതിയും എല്ലാം വ്യത്യാസം വരും. അതറിയാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു രീതി മൈ ജിയോ എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. മൈ ജിയോ എന്ന ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മൈ പ്ലാൻസ് എന്ന സെക്ഷൻ കാണാം. മൈ പ്ലാൻസ് ഓപ്പൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അവിടെ കറന്റ് പ്ലാൻ എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ നിങ്ങളുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാൻ കാര്യങ്ങൾ വരും. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ SMS ബാലൻസ്, ഡാറ്റ പാക്കിന്റെ ബാലൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വരും. അതിന് താഴെയായിട്ട് നോട്ടിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നുള്ളത്. അതിനുശേഷം നിങ്ങളുടെ അപ്കമിങ് ഓഫേഴ്സ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത് എങ്കിൽ മൈ ജിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം മൈ ജിയോ ആപ്പിൽ മൈ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളൊരു ഭാഗം കാണാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏപ്രിൽ 1 മുതൽ 30 വരെയുള്ള ആ ഡേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതായത് ഏത് ദിവസമാണ് നിങ്ങൾ റീചാർജ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡേ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം എത്ര ദിവസത്തേക്ക് നിങ്ങൾക്ക് ജിയോ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു ഭാഗത്താണ് വരിക. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ല, ഈ റീചാർജ് ചെയ്ത ഡേറ്റ് ഓർമ്മയില്ല എങ്കിൽ നിങ്ങൾ ഏപ്രിൽ 1 മുതൽ 30 വരെയുള്ള ഡേറ്റ്സ് ഓരോ ദിവസമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത ഡേറ്റ് വരുന്ന സമയത്ത് എത്ര ദിവസം വരെ ഈ പ്ലാൻസ് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചിലപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംതിങ് വെന്റ് റോങ് എന്ന് കാണിക്കുകയാണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കിട്ടുന്നത് വരെ. ജിയോ ആപ്പിൽ പലപ്പോഴായിട്ട് എറേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് ജിയോ കമ്പനി തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫേഴ്സ് അവസാനിക്കുന്ന തീയതി, റീചാർജ് ചെയ്യേണ്ട അവസാന തീയതി, അപ്കമിങ് ഓഫേഴ്സ് ഇതിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ ജിയോ ആപ്പ് ഇല്ലാതെ എങ്ങനെ സാധിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഫോണിൻ്റെ ഓഫേഴ്സ് തീരുന്നതിന് മുൻപേ ഈ ആപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജിയോയുടെ SMS ഫോണിലേക്ക് വരുന്നതാണ്. അതുകൂടാതെ തന്നെ കസ്റ്റമർ കെയർ എന്നുള്ള കോളും വരും, ഒരു റിമൈൻഡർ എന്നതുപോലെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. ജിയോയുടെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. അതിൽ പലപ്പോഴും എറേഴ്സ് വരുന്നുണ്ടെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഓഫേഴ്സ് തീരാനായി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജസ്, കസ്റ്റമർ കെയറിന് കോൾ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുക. കസ്റ്റമർ കെയറിന്റെ ഫോൺ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. അവിടേക്ക് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ മലയാളത്തിലും സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായല്ലോ. പുതിയ അറിവുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ